ഇതിന് ട്യൂൺ കൊടുത്തത് ഇത് നമ്മളുടെ ടീമിനോട് അനുബന്ധിച്ച് വേറൊരു മ്യൂസീഷ്യനാണ്. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എൻ്റെ ബ്രദറെ എനിക്ക് ഈ മുറുക്കൽ അവർ ഈ പുകലയും വെറ്റലയും കൂടി അത് മാറ്റാൻ പറ്റണില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ വചനമാണിത്. ഞാൻ പറഞ്ഞു, ഈ മുറുക്കൽ എങ്ങനെയാണ് തുടങ്ങിയത്? അത് മ്യൂസിക് പഠിക്കുന്ന സമയത്ത് ഭാഗവതർ പറഞ്ഞു, താൻ പോയിട്ട് ഒരു മുറുക്കാൻ മേടിച്ചോണ്ടാ എന്നും പറഞ്ഞ് 5 രൂപ ഒരെണ്ണം താനും മേടിച്ചോ, ഒരെണ്ണം താനും മേടിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വെറുതെ കിട്ടണമാണല്ലോ ഒരു മുറുക്കാനെന്നും പറഞ്ഞ് മേടിച്ച്. ഇങ്ങനെ ആശാന് മുറുക്കാൻ മേടിക്കുമ്പോഴൊക്കെ ഒരു ബോണസ് മുറുക്കാൻ ഇവർക്ക് കിട്ടി. അതിൻ്റെ സംഭവം എന്തുണ്ടായി, ഇപ്പം മ്യൂസിക്കും മുറുക്കാനും ആണ് കിട്ടിയേക്കണത്. അവസാനം ഈ മുറുക്ക് മാറ്റാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞേ, ഒരു സങ്കീർത്തനം ഒന്ന് ട്യൂൺ ചെയ്യും എന്നും പറഞ്ഞ് തുറന്നിട്ട് ഈ സങ്കീർത്തനം ഇങ്ങനെ വരികയാണ്. എന്നെ പിന്തുടരുന്നവരെ കുന്തമെടുത്ത് തടയണമേ, ഞാനാണു നിന്റെ രക്ഷയെന്നെ പ്രാണനോടരുളി ചെയ്യണമേ. ഈ മുഴുവൻ സങ്കീർത്തനത്തിലും പറഞ്ഞിരിക്കുന്നതെല്ലാം നിനക്ക് സ്വയം ഈ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ദൈവത്തിന് മാത്രമേ ഈ പാപത്തിൽ നിന്ന് നിന്നെ അകറ്റാൻ പറ്റുകയുള്ളൂ. നീ അല്ല ഈ പാപത്തിൻ്റെ ഉത്തരവാദി. ഇത് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റുമോ? പൗലോസ് എന്താ പറഞ്ഞത്? എനിക്ക് നന്മ ചെയ്യണമെന്നാണ് ഞാൻ ഇച്ഛിക്കുന്നതെങ്കിലും. ഇതൊരു വ്യക്തിപരമായ ടെസ്റ്റിമണി ആയിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും വലിയ അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിലും ചെയ്തു പോകുന്നതോ ഞാൻ ഇച്ഛിക്കാത്ത തിന്മയാണ്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഞാനല്ലെന്ന്. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ പാപത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിയാൻ നോക്കരുത്, ഇല്ലേ? ഇതായിരിക്കും അടുത്ത് പറയണത്. പക്ഷേ ഇതാ സത്യം. നമ്മൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതോടൊപ്പം പാപത്തെക്കുറിച്ച് മനസ്സിലാക്കണം. പാപം എങ്ങനെ ഉണ്ടായി നമ്മൾ മനസ്സിലായി. ആ പാപം നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നമ്മളെ പീഡിപ്പിക്കുന്നു. നമുക്ക് നന്മ ചെയ്യണമെന്നാണ് ആഗ്രഹം, എങ്കിലും ചെയ്തു പോകുന്നത് നാം ആഗ്രഹിക്കാത്ത തിന്മയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ നിയമത്തെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ ആനന്ദിക്കുന്നു. എന്നാൽ എൻ്റെ ശരീരത്തിലാകട്ടെ മറ്റൊരു നിയമം എന്നെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? ഞാൻ എത്ര ദുർബലനായ മനുഷ്യൻ. അപ്പോഴാണ് പണ്ട് കാലത്തെ ഒരു പാട്ട്, സർജു സിസ്റ്ററിന് അറിയായിരിക്കും, ഞാൻ ദുർഭകനായ മനുഷ്യൻ ആർക്കാരു വിമോചനമേകും പരമേശ്വരൻ മാത്രം പരമോന്നതനെന്നും സ്തോത്രം. അപ്പോൾ ഇതെല്ലാം നമ്മളെ കാണിച്ചു തരുന്നത് ഈ രഹസ്യമാണ്. ദൈവത്തിൻ്റെ ശക്തി അനന്തമാണ്. ആരെന്നെ ഇതിൽ നിന്ന് മോചിപ്പിക്കും? കർത്താവായ യേശുക്രിസ്തു. പാപത്തിൻ്റെ ശക്തി നശ്വരമാണ്, എന്നാൽ ദൈവത്തിൻ്റെ ശക്തി അനശ്വരമാണ്. അനശ്വരമായ ശക്തിയെ ഈ ബോധ്യത്തോടു കൂടി നമ്മൾ ഉൾക്കൊള്ളുക. അതാണ് യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ നശ്വര ശരീരത്തിന് പുതുജീവൻ നൽകും. നമ്മളിലുള്ള പാപത്തിനെ മാറ്റും. നമുക്ക് ചായ കുടിച്ചിട്ട് വരാൻ വേഗം. നമുക്കൊന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ കാര്യങ്ങളെ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതിന്, ഈ പുതിയ വീഞ്ഞിൻ്റെ ശക്തി എന്താണെന്നും അത് പുതിയ തോൽക്കുടത്തിലേ നിറയ്ക്കാൻ പറ്റുകയുള്ളൂ. പഴയ തോൽക്കുടം മാറ്റണേ, ഞങ്ങളുടെ പഴയ ചിന്താഗതി മാറ്റണേ, ഞങ്ങളുടെ പഴയ തോൽക്കുടം മാറ്റി ഞങ്ങളുടെ പുതിയ തോൽക്കുടമാക്കണേ. പരിശുദ്ധാത്മാവേ, പുതിയ തോൽക്കുടമാക്കണേ. ഞങ്ങളുടെ പഴയ ചിന്താഗതി തന്നെ മാറ്റണേ. ദൈവത്തിൻ്റെ അപ്രമാദിത്യത്തിൽ, ദൈവത്തിൻ്റെ സർവാധിപത്യത്തിൽ നമ്മുടെ കൂടെ ബലവാനാം കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോ
വേഗം ചായ കുടിച്ചിട്ട് വായോ